നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. തൃശൂരിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് TTE കൊലപ്പെടുത്തിയത് കരുതിക്കൂട്ടിയെന്ന FIR. ടിക്കറ്റ് ചോദിച്ചതിന്റെ പ്രകോപനത്തിൽ വാതിലിൽ നിന്നിരുന്ന വിനോദിനെ പ്രതി ഒഡീഷ സ്വദേശി രജനീകാന്ത് പിന്നിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു. കരുവന്നൂർ പുത്തൻതോട് വച്ച് സ്വകാര്യ ബസ്സിൽ നിന്നും വയോധികനെ ചവിട്ടിയിട്ടതായി പരാതി. തൃശൂരിൽ നിന്നും ഇരിങ്ങാലക്കുടയിലേക്ക് വരികയായിരുന്ന ശാസ്ത എന്ന ബസ്സിലാണ് സംഭവം. മാളയിൽ ബാങ്ക് ജോലി വാഗ്ദാനം ചെയ്ത് 21 ലക്ഷം രൂപ തട്ടിയ പോലീസുകാരൻ കേസിൽ പരാതിക്കാരനായ യുവാവിനെ മർദ്ദിച്ചെന്ന് പരാതി. സംഭവത്തിൽ മാള പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൻ വിനോദിനെതിരെ കേസെടുത്തു. വാർത്തകൾ വിശദമായി. തൃശൂരിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് TTE കൊലപ്പെടുത്തിയത് കരുതിക്കൂട്ടിയെന്ന് FIR. ടിക്കറ്റ് ചോദിച്ചതിന്റെ പ്രകോപനത്തിൽ വാതിലിൽ നിന്നിരുന്ന വിനോദിനെ പ്രതി ഒഡീഷ സ്വദേശി രജനീകാന്ത് പിന്നിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. തൃശൂരിൽ TTE വിനോദിനെ കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെ ട്രെയിനിൽ നിന്ന് പ്രതി രജനീകാന്ത് തള്ളിയിട്ടതെന്ന് FIR. വാതിലിന് അഭിമുഖമായി നിന്ന വിനോദിനെ പിന്നിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു. പിഴ ആവശ്യപ്പെട്ടതിലെ വിരോധമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് FIR. എറണാകുളത്ത് നിന്നാണ് പ്രതി രജനീകാന്ത് ട്രെയിനിൽ കയറുന്നത്. തൃശൂർ മുളങ്കുന്നത്തുകാവ് സ്റ്റേഷൻ എത്തുന്നതിന് മുൻപാണ് ടിക്കറ്റിനെ സംബന്ധിച്ച് തർക്കമുണ്ടാകുന്നത്. പ്രതി ടിക്കറ്റ് എടുത്തിരുന്നില്ല. തുടർന്ന് പിഴ കൊടുക്കാൻ വിനോദ് ആവശ്യപ്പെട്ടു. ഇതിലുള്ള വിരോധമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പിഴ അടപ്പിച്ച ശേഷം വിനോദ് വാതിലിന് അഭിമുഖമായി നിൽക്കുകയായിരുന്നു. പിന്നാലെ ഇരുകൈകളും ഉപയോഗിച്ച് വിനോദിനെ പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നുവെന്ന് FIR-ൽ പറയുന്നു. പ്രതി രജനീകാന്ത് ഒഡീഷ സ്വദേശിയാണ്. പ്രതി സംഭവം നടക്കുമ്പോൾ മദ്യലഹരിയിൽ ആയിരുന്നെന്നാണ് പോലീസ് പറയുന്നത്. റെയിൽവേ ട്രാക്കിൽ വീണ വിനോദിന്റെ ദേഹത്തുകൂടി മറ്റൊരു ട്രെയിൻ കയറിയിറങ്ങി. വിനോദിന്റെ മൃതദേഹം ചിന്നിച്ചിതറിയ നിലയിൽ പലയിടങ്ങളിൽ നിന്നുമാണ് ലഭിച്ചത്. കാലടക്കം വേർപെട്ടു പോയിരുന്നു. വിനോദിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. വിനോദിനെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയിട്ടും പ്രതി രജനീകാന്തിന് കൂസലില്ലായിരുന്നു. RPF ചോദ്യം ചെയ്യുന്നതിനിടെ തള്ളിയെന്നും അവൻ വീണുവെന്നും പ്രതി പറഞ്ഞു. റെയിൽവേ പോലീസ് പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. മീഡിയ ടൈം, തൃശൂർ. കരുവന്നൂർ പുത്തൻതോട് വച്ച് സ്വകാര്യ ബസ്സിൽ നിന്നും വയോധികനെ ചവിട്ടിയിട്ടതായി പരാതി. തൃശൂരിൽ നിന്നും ഇരിങ്ങാലക്കുടയിലേക്ക് വരികയായിരുന്ന ശാസ്ത എന്ന ബസ്സിലാണ് സംഭവം. വയോധികനെ മാപ്രാണം ലാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് തൃശൂർ എലൈറ്റ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. കരുവന്നൂർ എട്ടുമന സ്വദേശിയായ മുറ്റിച്ചൂർ വീട്ടിൽ പവിത്രൻ എന്ന 68 വയസ്സുകാരനാണ് സംഭവത്തിൽ പരിക്കേറ്റത്. ചില്ലറ നൽകാത്തതിനെ തുടർന്നുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്ന് യാത്രികരും നാട്ടുകാരും പറയുന്നു. പുത്തൻതോട് ബസ് സ്റ്റോപ്പിന് സമീപത്ത് വെച്ച് പവിത്രനെ ബസ്സിലെ കണ്ടക്ടറായ ഊരകം സ്വദേശി കടുകപ്പറമ്പിൽ രതീഷ് ചവിട്ടി. തുടർന്ന് പവിത്രൻ റോഡിലേക്ക് തലയടിച്ച് വീഴുകയായിരുന്നുവെന്ന് പറയുന്നു. നാട്ടുകാർ ബസ് തടഞ്ഞിട്ട് പ്രതിഷേധിച്ചു. പവിത്രനെ മാപ്രാണം ലാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് തൃശൂർ എലൈറ്റ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ബസ് ഇരിങ്ങാലക്കുട പോലീസ് കസ്റ്റഡിയിലെടുത്തു. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. വെങ്കിടങ്ങിൽ വാക്കുതർക്കത്തെ തുടർന്ന് എയർഗൺ ഉപയോഗിച്ച് ഇതര സംസ്ഥാന തൊഴിലാളിയെ വെടിവെച്ചു. അസം സ്വദേശി അനിമുൾ ഇസ്ലാമിനെ വെടിവെച്ചത് തൊയക്കാവ് സ്വദേശി രാജേഷ്. ഇതര സംസ്ഥാന തൊഴിലാളിയുടെ വയറിൽ നിന്ന് വെടിയുണ്ട കണ്ടെത്തി. ശസ്ത്രക്രിയയിലൂടെ വെടിയുണ്ട പുറത്തെടുത്തു. കൃത്യത്തിന് ശേഷം ഒളിവിൽ പോയ രാജേഷിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് വെടിയേറ്റു. തൃശൂർ വെങ്കിടങ്ങിൽ വാക്കുതർക്കത്തെ തുടർന്ന് എയർഗൺ ഉപയോഗിച്ച് വെടിയുതിർത്തു. അസം സ്വദേശി 28 വയസ്സുള്ള അമിനുൽ ഇസ്ലാമിനാണ് വെടിയേറ്റത്. തോയക്കാവ് സ്വദേശി രാജേഷാണ് വെടിവെച്ചത്. സംഭവത്തിന് ശേഷം രാജേഷ് ഒളിവിൽ പോയി. അതിഥി തൊഴിലാളി അമിനൂർ ഇസ്ലാമിന്റെ വയറിൽ നിന്നും വെടിയുണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് പുറത്തെടുത്തത്. തോയക്കാവ് കോടമുക്കിൽ മിനിഞ്ഞാന്ന് വൈകിട്ട് 3 മണിയോടെയായിരുന്നു സംഭവം. രാജേഷിന്റെ വീടിനു സമീപം ജോലിക്കായി എത്തിയതായിരുന്നു അമിനുൾ ഉൾപ്പെടെ 2 തൊഴിലാളികൾ. ഇതിനിടെ ഇവർ തമ്മിൽ തർക്കം നടന്നു. ഈ ബഹളം കേട്ട് സ്ഥലത്തെത്തിയ രാജേഷ് ഇത് ചോദ്യം ചെയ്തു. തുടർന്നുണ്ടായ വാക്കേറ്റം വെടിവയ്പിൽ എത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഒളിവിൽ പോയ രാജേഷിനായി പാവറട്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മീഡിയ ടൈം, തൃശൂർ. മാളയിൽ ബാങ്ക് ജോലി വാഗ്ദാനം ചെയ്ത് 21 ലക്ഷം രൂപ തട്ടിയ പോലീസുകാരൻ കേസിൽ പരാതിക്കാരനായ യുവാവിനെ മർദ്ദിച്ചെന്ന് പരാതി. പണം തിരികെ ചോദിച്ചതിനായിരുന്നു മർദ്ദനം. സംഭവത്തിൽ മാള സ്റ്റേഷനിലെ പോലീസുകാരൻ വിനോദിനെതിരെ കേസെടുത്തു.
മർദ്ദനമേറ്റ യുവാവ് തൃശൂരിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മാള അഷ്ടമിച്ചിറ സ്വദേശിയായ KP രാഹുലാണ് പോലീസുകാരനെതിരെ പരാതി നൽകിയത്. മാള സ്റ്റേഷനിലെ പോലീസുകാരനായ വിനോദിനെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. രാഹുലിന്റെ ഭാര്യയ്ക്ക് സ്വകാര്യ ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത് അടുത്ത ബന്ധുവായ വിനോദ് 21.5 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. 2 വർഷം മുൻപായിരുന്നു പണം നൽകിയത്. ബാങ്കിൽ നിന്നെന്ന പേരിൽ ഇടയ്ക്ക് നിയമന ഉത്തരവ് കിട്ടിയിരുന്നെങ്കിലും പിന്നെ കൂടുതലൊന്നും സംഭവിച്ചില്ല. ഒടുവിൽ പണവുമില്ല, ജോലിയുമില്ല എന്നായപ്പോൾ രാഹുൽ പോലീസുകാരനോട് പണം തിരികെ ചോദിച്ചു. ഇതോടെ കഴിഞ്ഞ ശനിയാഴ്ച വിനോദ് രാഹുലിനെ വീട്ടിൽ വിളിച്ചു വരുത്തി മർദ്ദിച്ചെന്നാണ് പരാതി. ഭാര്യയുടെ മുന്നിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയെന്നും രാഹുൽ പറയുന്നു. തുക കൈമാറിയിട്ടുള്ളത് അക്കൗണ്ട് മുഖേനയാണെന്നും രാഹുൽ പറയുന്നു. പോലീസുകാരന്റെ മർദ്ദനമേറ്റ് രാഹുലിന്റെ കൈവിരലിന് പരിക്കേറ്റിട്ടുണ്ട്. കേസിൽ ആളൂർ പോലീസ് ആരോപണ വിധേയനായ പോലീസുകാരനെതിരെ കേസെടുത്തു. പ്രതിയായ വിനോദിനെതിരെ അന്വേഷണം തുടരുകയാണ്. കേസിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. മീഡിയ ടൈം മാള. വേനൽ കനത്തതോടെ കാട്ടാനക്കൂട്ടത്തിന്റെ ശല്യത്തിൽ പൊറുതിമുട്ടി മലയോരവാസികൾ. വേനൽ കനത്തതാണ് കാട്ടാനക്കൂട്ടം കൂട്ടത്തോടെ നാട്ടിലേക്കിറങ്ങാൻ കാരണമാകുന്നത്. അതിരപ്പള്ളി മേഖലകളിലാണ് കാട്ടാന ശല്യത്തിൽ നാട്ടുകാർ പൊറുതിമുട്ടിയിരിക്കുന്നത്. വെള്ളത്തിനായി കാട്ടാനക്കൂട്ടം ജനവാസ മേഖലകളിലേക്ക് എത്തുന്നത് കർഷകർക്കും കനത്ത നാശമാണ് വരുത്തിവെക്കുന്നത്. വനത്തിലെ നീരുറവകളെല്ലാം വറ്റിയതോടെയാണ് ആനകൾ കൂട്ടത്തോടെ ജനവാസ മേഖലകളിലേക്ക് എത്തുന്നത്. അതിരപ്പള്ളി മേഖലകളിലാണ് കാട്ടാന ശല്യത്തിൽ നാട്ടുകാർ പൊറുതിമുട്ടിയിരിക്കുന്നത്. ആദ്യകാലങ്ങളിൽ രാത്രിയിലെത്തി ഇവ പുലർച്ചെ കാടുകയറുകയായിരുന്നു പതിവ്. എന്നാൽ ഇപ്പോൾ ഇവ പകലും ജനവാസ മേഖലകളിൽ തന്നെയാണ് തമ്പടിച്ചിരിക്കുന്നത്. പകൽ സമയങ്ങളിൽ പോലും വീട്ടുമുറ്റത്തേക്ക് കാട്ടാനകൾ എത്തുന്നത് പതിവ് കാഴ്ചയായി മാറി. വ്യാപകമായ കൃഷിനാശവും ഇവ വരുത്തുന്നുണ്ട്. പ്ലാന്റേഷൻ മേഖലയിൽ നിന്നാണ് കാട്ടാനക്കൂട്ടം പുഴ കടന്ന ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത്. ഇത് തടയാൻ തുമ്പൂർമുഴി മുതൽ അതിരപ്പള്ളി വരെയുള്ള പുഴയോരങ്ങളിൽ സൗരോർജ്ജ വേലി സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് ഇനിയും പരിഹാരമായിട്ടില്ല. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഒരു കുട്ടിയടക്കം 4 പേരാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സഞ്ചാരികളടക്കമുള്ളവർ തലനാരിഴയ്ക്കാണ് പലപ്പോഴും ആനകളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്നത്. ചാലക്കുടി വാഴച്ചാൽ ഡിവിഷനുകളിലെ വിവിധ ഫോറസ്റ്റ് സ്റ്റേഷനുകളിലെ ജീവനക്കാർ പെട്രോളിംഗ് നടത്തുന്നുണ്ടെങ്കിലും പരിഹാരമാകുന്നില്ല. അതിരപ്പള്ളിയിലെ 15 കർഷകർ ആനക്കൂട്ടം എന്ന കൂട്ടായ്മ രൂപീകരിച്ച് ആനകളെ തുരത്താനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ജനവാസ മേഖലകളിൽ കാട്ടാനകൾ എത്തിയാൽ കൂട്ടായ്മയിലെ അംഗങ്ങളെത്തി ഇവയെ ഓടിച്ചുവിടുന്ന പ്രവൃത്തികളാണ് നടത്തുന്നത്. മീഡിയ ടൈം ചാലക്കുടി. മാവിൻ കൊമ്പിൽ തട്ടി സ്വകാര്യ ബസിന്റെ ചില്ല് തകർന്നു. അഴീക്കോടിലേക്ക് പോയിരുന്ന ഷാജി ബസിന്റെ മുൻവശത്തെ ചില്ലാണ് തകർന്നത്. ഇന്ന് രാവിലെ 10:30 പെരിഞ്ഞനം സ്മാരകം സ്കൂളിന് സമീപം വെസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലായിരുന്നു സംഭവ സമയം ബസ്സിൽ യാത്രക്കാരുണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സ്വകാര്യ വ്യക്തിയുടെ റോഡിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന മാവിന്റെ കൊമ്പാണ് ഒടിഞ്ഞു വീണത്. നിറയെ മാങ്ങയുള്ള കൊമ്പ് ഒടിഞ്ഞു വീഴാതിരിക്കാൻ കയർ കൊണ്ട് കെട്ടിയിട്ടിരുന്നു. കൊമ്പൊടിഞ്ഞ് കയറിൽ തൂങ്ങി നിന്നതിനെ തുടർന്നാണ് ബസ്സിൽ ഇടിച്ചത്. ഇതുവഴി പോയ എവർഗ്രീൻ ടൂറിസ്റ്റ് ബസിന്റെ ചില്ലിലും കൊമ്പ് തട്ടിയതായും പറയുന്നു. സംഭവം അറിഞ്ഞെത്തിയ കയ്പമംഗലം പോലീസിന്റെയും വാർഡ് മെമ്പറുടെയും സാന്നിധ്യത്തിൽ മരക്കൊമ്പ് നീക്കം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. തൃശൂരിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് TTE കൊലപ്പെടുത്തിയത് കരുതിക്കൂട്ടിയെന്ന FIR. ടിക്കറ്റ് ചോദിച്ചതിന്റെ പ്രകോപനത്തിൽ വാതിലിൽ നിന്നിരുന്ന വിനോദിനെ പ്രതി ഒഡീഷ സ്വദേശി രജനീകാന്ത് പിന്നിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു. കരുവന്നൂർ പുത്തൻതോട് വച്ച് സ്വകാര്യ ബസ്സിൽ നിന്നും വയോധികനെ ചവിട്ടിയിട്ടതായി പരാതി. തൃശൂരിൽ നിന്നും ഇരിങ്ങാലക്കുടയിലേക്ക് വരികയായിരുന്ന ശാസ്ത എന്ന ബസ്സിലാണ് സംഭവം. മാളയിൽ ബാങ്ക് ജോലി വാഗ്ദാനം ചെയ്ത് 21 ലക്ഷം രൂപ തട്ടിയ പോലീസുകാരൻ കേസിൽ പരാതിക്കാരനായ യുവാവിനെ മർദ്ദിച്ചെന്ന് പരാതി. സംഭവത്തിൽ മാള പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൻ വിനോദിനെതിരെ കേസെടുത്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.